കട്ടും മുടിച്ച് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് തൊട്ടെല്ലാം ചെയ്യുന്ന വഞ്ചകർക്കെതിരെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നേതാവ് ഈ തൃശ്ശൂർ വരണം. തൃശ്ശൂരിന്റെ വികസനത്തിന് ആവശ്യമാണ്. നടക്കും ആളി വന്ന് ജയിക്കണം. ഇവിടെ നിന്നിട്ട് അഭിമാന സുരേഷ് ഗോപി വരണം. ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം എനിക്ക് പാർട്ടി നോക്കിയിട്ടല്ല, എന്തെങ്കിലും ഈ നാടിന് വേണ്ടി ചെയ്യും, അതിനുള്ള ഉറപ്പുണ്ട്. സുരേഷ് ഗോപി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. കേരളം നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. തൃശ്ശൂർ മൊത്തത്തിൽ മാറും ആള് വന്ന. ഇപ്പോഴത്തെ സർക്കാർ ചെയ്യണതിനെക്കാട്ടിലും അടിപൊളി സുരേഷ് ഗോപി സാർ ചെയ്യുന്ന ഉറപ്പുണ്ട്. ലോക്സഭാ ഇലക്ഷൻ അടുക്കുമ്പോൾ വിവാദങ്ങൾ സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാകുമോ? കരുവന്നൂരിനും കോഴിക്കോട് സംഭവത്തിന് ശേഷം എന്താണ് തൃശ്ശൂരിന്റെ മനസ്സ്? നമുക്ക് തൃശ്ശൂരുകാരോട് തന്നെ ചോദിക്കാം. സുരേഷ് ഗോപി ഇവിടെ ജയിക്കും. വിജയസാധ്യത വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ ഇവിടെ MP ആയി കിട്ടുക എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ജനങ്ങളുടെ ഭാഗ്യമാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയമല്ല, അതിലുപരി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് ഇവിടെ വിജയപ്രതീക്ഷ ഉണ്ടാവുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ചിലപ്പോൾ കേരളത്തിൽ വിജയസാധ്യത വളരെ പല 20 മണ്ഡലങ്ങളിലും സാധ്യത കുറവാണ്. പക്ഷേ തൃശ്ശൂർ സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തി ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ജയിച്ചില്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഇവിടെ നിന്ന് തോറ്റുപോയില്ലേ? അദ്ദേഹം ഈ ശക്തൻ മാർക്കറ്റിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചില്ലേ? അതേപോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് വേണ്ടി എത്രയാണ് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, നല്ലൊരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ തൃശ്ശൂരിന് വേണ്ടി ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിന് അദ്ദേഹം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ്. ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം ജനങ്ങളെ അറിയിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ചേർത്തലയിലെ ഒരു പെൺകുട്ടി പറഞ്ഞു കേട്ടില്ലേ? ഇപ്പോഴും ആ കുട്ടിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ നല്ല നിരവധി ആളുകളെ അദ്ദേഹം സഹായിക്കുന്നു. സഹായമൊന്നും ഈ പണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന പോണക്ക് വിളിച്ചു പറയുന്നില്ല. അദ്ദേഹം ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. ജയിക്കും. അയാളൊരു നല്ല മനുഷ്യനല്ല. അയാളെന്തായാലും ജയിക്കും, ഉറപ്പാണ്. ഇവര് മുമ്പും ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പെണ്ണിനെ കൊണ്ട് കളിച്ചവരാ. അപ്പൊ ഇനിയും വീണ്ടും പെണ്ണും വരും, പലതും വരും. ഇവരിപ്പോ നാടകം പറയാണ്ട് വരും. ഇത് ഞാൻ പണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പൊ അവരെ തെണ്ടിത്തരങ്ങളൊക്കെ എനിക്ക് ഇഷ്ടം പോലെ അറിയാം. ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും തൃശ്ശൂർ വരിക? അതായത് ഇവിടെ മൊത്തം മാറും. നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ആൾ ചെയ്യുള്ളൂ. എന്തായാലും ദോഷകരമായിട്ടൊന്നും അതിനും ചെയ്യില്ല. ചെയ്തില്ലെങ്കിൽ നല്ലതേ ചെയ്യൂ, ദോഷമായിട്ടൊന്നും ചെയ്യില്ല, അത് ഉറപ്പാണ്. സുരേഷ് ഗോപി തെറ്റ് ചെയ്തിട്ടില്ല. അതൊരു ഒരു മകളെന്നുള്ള നിലയ്ക്ക് ചെയ്തിട്ടുള്ള കേസാണ്. അത് അതിന് ഞാൻ വിശ്വസിക്കും. സുരേഷ് ഗോപി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. കേരളം നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള ആളുടെ ഒരു ആറ്റിറ്റ്യൂഡും അതേപോലെ ആള് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വെച്ചിട്ട് എനിക്കായിരിക്കും ജയിക്കാനായിരിക്കും. കാരണം സുരേഷ് ഗോപി അങ്ങനെ വിജയിച്ചിട്ടല്ലല്ലോ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുള്ളത്. ജയിക്കാനെന്ന് തോന്നുന്നു. അതുകൊണ്ട് ജയിക്കുമായിരിക്കും. സുരേഷ് ഗോപി സാർ ജയിച്ച അടിപൊളി ഇഷ്ടമാണ്, ആളിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ജയിച്ച സന്തോഷമുള്ളൂ. ആളിവിടെ വന്നാൽ ഈ തൃശ്ശൂരിന് എന്തൊക്കെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത? തൃശ്ശൂർ മൊത്തത്തിൽ മാറും ആള് വന്ന. ഇപ്പോഴത്തെ സർക്കാർ ചെയ്യണതിനെക്കാട്ടിലും അടിപൊളി സുരേഷ് ഗോപി സാർ ചെയ്യുന്ന ഉറപ്പുണ്ട്. അപ്പൊ ഇപ്പൊ കുറെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജയിക്കാനുള്ള സാധ്യത എന്തായിരിക്കും? രാഷ്ട്രീയക്കാരനല്ലേ, അതുകൊണ്ട് എന്തായാലും ആരോപണങ്ങൾ വരാതിരിക്കില്ലല്ലോ. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആരോപണങ്ങൾ വന്നിരിക്കും. പക്ഷെ സത്യം തെളിയട്ടെ, എന്താണെന്ന് അറിയില്ല. സത്യം തെളിയട്ടെ. ആള് ജയിച്ച അടിപൊളി, ഇത്രേ ഉള്ളൂ. ഓക്കെ, ജയിക്കുന്നതാണ്. പക്ഷെ ഉറപ്പ് പറയാൻ പറ്റില്ല, എണ്ണീട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ സുരേഷ് ഗോപിക്കെതിരെ കുറെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. നല്ലവർക്ക് എല്ലാവരും ആരോപണം ഉമ്മൻചാണ്ടിക്കുണ്ടായില്ലേ? അതിപ്പോ നല്ലവർക്കൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്താലും തെറ്റാ കാണുള്ളൂ ജനം. പിന്നെന്താ, അതുകൊണ്ട് ജയിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ചേട്ടൻ പറയുന്നത്. സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ കാശുമ്പം അറിയണവരാ. ആള് കഴിവുള്ള വ്യക്തിയാ. ഇപ്പോൾ ആള് ജയിക്കുന്നു പറയുമ്പോഴേക്കും മാർക്കറ്റിലൊക്കെ കുറെ കാശ് ചിലവാക്കുന്ന ആള്. അതുപോലെ ഓരോ പരിപാടികൾ പറഞ്ഞ ആൾക്ക് പൈസയ്ക്ക് ആവശ്യമില്ലാത്ത വ്യക്തിയാ. അതുകൊണ്ട് നടക്കും, പുരോഗമനം ഉണ്ടാവും. പക്ഷെ അത് സമ്മതിക്കില്ല ഇവിടെയുള്ള താപ്പാനകള്. വിജയിക്കട്ടെ, വിജയിക്കണം. എന്തായാലും നല്ല ചെയ്യട്ടെ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിപ്പിക്കും, എന്തെങ്കിലും നല്ലത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും. ആരോപണത്തിൽ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യത. സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു നേതാവ് ഈ തൃശ്ശൂർ വരണം. വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടും മുടിച്ച് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് തൊട്ടെല്ലാം ചെയ്യുന്ന വഞ്ചകർക്കെതിരെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നേതാവ് ഈ തൃശ്ശൂർ വരണം. തൃശ്ശൂരിൻ്റെ വികസനത്തിന് ആവശ്യമാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനൊക്കെ സ്വപ്നം കാണാം.
സുരേഷ് ഗോപി. ഞാനൊക്കെ കൂലിപ്പണിക്കാരനാണ്, പിച്ചക്കാരനെ പോയി നമ്മൾ ഇറങ്ങണം. നമുക്കൊക്കെ ആള് വരണം. 100%, 200%. അതിനുവേണ്ടി ഞങ്ങളൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആൾക്ക് വേണ്ടി, സുരേഷ് ഗോപിയേട്ടന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. അതിന് 100 ഇപ്പോൾ മാധ്യമപ്രവർത്തനം മേത്ത് തട്ടി അത് തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കി. അത് വിവരില്ലായ്മയാണ്. ആ വ്യക്തിയാണ് നല്ല വ്യക്തിയാണ്. ഒരു എന്തെങ്കിലും ചെറിയ ഇത് വന്നിട്ടുണ്ട്. പക്ഷെ അത് ആള് ഒരു പക്ക ഞങ്ങളെ പോലത്തെ പാവങ്ങളൊക്കെ നല്ല ഒരുവിധ സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. ആള് BJP ആയിന്നൊരു തെറ്റാൾക്കുള്ളൂ. പക്ഷെ ആള് എന്തോ ഇതിനും നല്ലൊരു നേതാവാ, ഞങ്ങൾക്ക് പറ്റിയ നേതാവാ. ജയിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ജയിക്കുന്ന 100% ഉറപ്പുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിനെതിരെ കുറെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതും കൂടി വെച്ച് നോക്കുമ്പോ എങ്ങനെയായിരിക്കും അവസ്ഥ? അത് തെറ്റായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. തെറ്റായിട്ടാണ് എല്ലാവരും അത് തന്നെ പറയുന്നത്. തെറ്റായിട്ട് ആളുടെ മേലിൽ കെട്ടിച്ചമച്ചിട്ടുള്ള കഥ എന്ന് പറയുന്നത്. ആളെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഇവിടെ. സുരേഷ് ഗോപി ജയിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം? ആളെ ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ജനങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്യുന്നുണ്ട്. ആരോപണങ്ങളില്ലാത്തവരാരും ഇല്ലല്ലോ. അതുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കും. എന്തൊക്കെ വന്നാലും സുരേഷ് ഗോപി തന്നെ തൃശ്ശൂർ ജയിക്കണം. ആഗ്രഹം ജയിക്കണ ആള് വന്നോട് വികസനങ്ങൾ നടക്കും. ആള് വന്ന് ജയിക്കണം. ഇവിടെ വന്നിട്ട് അഭിമാന സുരേഷ് ഗോപി വരണം. സപ്പോർട്ട് ഞങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ വരണം. MP ആയിട്ട് ഇവിടെ വന്നാൽ ആള് വന്ന് ഉപകാരങ്ങൾ കുറയുണ്ട്. അത് വരണം, ആള് വരണം. ഞങ്ങൾക്ക് ആൾക്ക് വോട്ടായുള്ള സുരേഷ് ഗോപി ജയിച്ചാൽ ഇവിടെ വികസനങ്ങൾ എന്തിനുണ്ടാവും ഇവിടെ. അത് വേണം ഞങ്ങൾക്ക്. വികസനം വേണം തൃശ്ശൂരിന്. എല്ലായിടത്തും വികസന. എറണാകുളം കണ്ടില്ലേ, ഇവിടെ എന്നിട്ടുള്ള വികസനം. സുരേഷ് ഗോപി എന്തെങ്കിലും വരണം ഇവിടെ. ഞങ്ങളുടെ ഒരു അഭിമാനം. ആൾ വന്നോട് ജയിച്ചു കഴിഞ്ഞാൽ വികസനങ്ങൾ ഉണ്ടാവണം. ആളിപ്പോൾ തന്നെ പാവങ്ങൾക്ക് എന്തോരം ഉപകാരങ്ങൾ ചെയ്യുന്നു. അത് മരിച്ച ആൾ ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ആള് വരണം. ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് ആൾക്ക്. അതൊക്കെ കളികൾ നടക്കും. അറിയാലോ ആരൊക്കെ ചെയ്ത് കളികള്. ഒരു പെണ്ണിന് വെച്ച് കളിച്ച കളിക്കുന്ന ആൾക്കാരാ. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ആള് വന്ന് കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. ആള് ജയിച്ച് ഇവിടെ MP ആവണം. ആള് ജയിക്കാൻ വളരെ ഉപകാരമായിരുന്നു. നല്ലൊരു മനുഷ്യനാണ്. സുരേഷ് ഗോപി ജയിക്കാൻ ചെയ്യുക നമ്മുടെ നാട്ടിലേക്ക് ആള് എല്ലാവർക്കും ഒരു ഉപകാരം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു ജയിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യം ചെയ്യും. അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ കുറെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇലക്ഷന്? ആളങ്ങനെയുള്ളൊരു മനുഷ്യനല്ല, അറിയുന്നവർക്ക് അറിയാതെ. അല്ലാത്തവര് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വെച്ചാൽ എനിക്ക് പാർട്ടി നോക്കിയിട്ടല്ല, എന്തെങ്കിലും ഈ നാടിന് വേണ്ടി ചെയ്യും, അതിനുള്ള ഉറപ്പുണ്ട്. മറ്റുള്ള കക്ഷികളന്മാരിയല്ല. അവർ മറ്റൊരു പൊട്ടയെന്ന് പറഞ്ഞിട്ടല്ല. സുരേഷ് ഗോപി ഈ നാട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള മനസ്സുണ്ട്. അതാണ് നമുക്ക് ഉദ്ദേശം. നാട്ടിനൊരു ഗുരുവായൂരിന്ന് റെയിൽവേ സ്റ്റേഷൻ അയാൾ മുട്ടിക്കുന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ ജയിക്കണം. ഗുരുവായൂരിന്ന് കുറ്റിപ്പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. അങ്ങനത്തെ വികസനങ്ങൾ നാട്ടിലേക്ക് വേണം. അപ്പോൾ ആൾക്കാർ ജയിക്കണം. അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ കുറെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും തള്ളിക്കളയും. അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. അതൊക്കെ തള്ളിക്കളി. ഒരു പെണ്ണിന്റെ മേത്ത് നിങ്ങൾ പത്രപ്രവർത്തകരെ മരുത്തി ഞാൻ അങ്ങനെ പുറത്ത് തട്ടിയാൽ മോശമായിട്ട് വെച്ചാൽ ഞാൻ ഒരു പ്രായമായ ആളാണ്. ഒരു 19 വയസ്സായി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരു മകളെ പ്രായത്തിലാണ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പെങ്ങളായിട്ട്. അവരെയൊക്കെ നമ്മൾ മറ്റുള്ളൊരു ഉദ്ദേശത്തിൽ ഇന്നവരെ നമ്മൾ കണ്ടിട്ടില്ല. 40 കൊല്ലമായി ഞാൻ ഈ ബസ്സിൽ പോണു. ഇതേവരെ നമ്മുടെ പേരിലൊരു കേസും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയണം, നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമേ പേടിക്കണ്ടോ. തെറ്റ് ചെയ്യാത്തവർക്ക് ഒരു പേടിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ആൾക്കെതിരെ ഇപ്പൊ കുറെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതിന്റെ ആ നിലയ്ക്കല്ല ഇപ്പൊ പറഞ്ഞോ. എല്ലാം കൊണ്ട് അങ്ങനെ ആയി പോയില്ലേ. ചിലപ്പോൾ ജയിക്കാൻ വഴിയുണ്ട്, ചിലപ്പോഴല്ല ജയിക്കാൻ മിക്കുന്ന വഴിയുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഗുരുവായൂർ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു 10-13 കോടി രൂപ പാലം പണിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കക്കാന്നാണ്, പണിയും കാര്യങ്ങളൊന്നും നടക്കില്ല. ഫുള്ള് തരികട പണി മാത്രമല്ല ഇവിടെ. പറഞ്ഞ ഇന്ന പ്രശ്നമാക്കും. 100% ജയിക്കുന്ന ഉറപ്പാന്ന്. അതിൽ വേറെ ഒരു സംസാരമില്ല. ഒരു വ്യക്തി എന്നുള്ളൊരു ഇതിൽ പറയണേ, അല്ലാണ്ട് രാഷ്ട്രീയം പറയല്ല കേട്ടാ. നമ്മളിപ്പോൾ ഈ നമ്മുടെ ഫീൽഡ്, ബസ് ഫീൽഡ്, വണ്ടി ഡ്രൈവർ ഫീൽഡ് പറഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റില്ല ഒരിക്കലും. രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. അതൊന്നും പറയാൻ കാരണം 100% ആൾ വിജയിക്കുന്നു. 100% ഉറപ്പാണ്. ആളെ പറ്റി എന്ത് ആരോപണം വന്നാലും എന്ത് വന്നാലും ആൾ വിജയിപ്പിക്കുന്ന ഉറപ്പാണ്. ഉറപ്പ് 100%.